ഹലോ ഡിയർ സ്റ്റുഡൻസ്, മക്കളെ നമ്മൾ ഇന്ന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി അതിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ ചാനലിലുണ്ട്. ആ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 40 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു ചതുരത്തിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റൈറ്റ് എ പെയർ ഓഫ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ദ മെഷേഴ്സ് ഓഫ് ഇറ്റ് സൈഡ്സ്. അതായത് നമുക്കറിയാം ഒരു ചതുരം അഥവാ റെക്റ്റാങ്കിൾ, ഒരു ചതുരം അഥവാ റെക്റ്റാങ്കിളിന് നമുക്കറിയാം, ഇതിവിടെ ശ്രദ്ധിച്ചിരിക്കണം, നീളം L അതുപോലെ വീതി B. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് നമുക്കറിയാം നീളം പ്ലസ് വീതി എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചുറ്റളവിൻ്റെ പെരിമീറ്ററിൻ്റെ പകുതി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പെരിമീറ്റർ എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നീളം പ്ലസ് വീതി എന്ന് പറയുന്നത് 40ൻ്റെ പകുതി, അത് എത്രയായിരിക്കും? 20 ആയിരിക്കും. അപ്പോൾ നോക്കിയേ, നീളവും വീതിയും കൂടെ കൂട്ടിയാൽ 20 ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് നമ്പേഴ്സ് സമ്മ് ചെയ്തിട്ട് 20 കിട്ടുകയാണെങ്കിൽ അതിൽ ഒരാളെ നിങ്ങൾക്ക് എക്സ് എന്ന് വിളിക്കാം, അതുപോലെ അടുത്ത ആളെ നിങ്ങൾക്ക് 20 - x എന്ന് വിളിക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ചതുരത്തിൻ്റെ പെരിമീറ്റർ, റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ നീളവും വീതിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പെരിമീറ്റർ ചുറ്റളവിൻ്റെ പകുതി കിട്ടും. അപ്പം നീളം പ്ലസ് വീതി 20 ആയിരിക്കും. രണ്ടാമത് നമുക്കറിയേണ്ട കാര്യം, രണ്ട് നമ്പേഴ്സ് സമ്മ് ചെയ്താൽ 20 കിട്ടുമെങ്കിൽ അതിൽ ഒരാളെ നിങ്ങൾക്ക് എക്സ് ആയിട്ട് എടുക്കാം, രണ്ടാമത്തെ ആളെ നിങ്ങൾക്ക് 20 - x ആയിട്ട് എടുക്കാം. അപ്പം നമുക്ക് പറയാം ഇവിടെ നീളം L = x ആൻഡ് വീതി B = 20 - x എന്നെടുക്കാം. ക്ലിയർ? അപ്പോൾ അതാണ് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട്. അപ്പം 40 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ വശങ്ങളുടെ അളവുകൾ ആകാൻ ഒരു ജോഡി സംഖ്യകൾ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വശങ്ങളായിട്ട് ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വശങ്ങളായിട്ട് നീളം എക്സും വീതിനെ 20 - x എന്ന് എടുക്കാം. ഇത് മറന്നു പോകരുത് കേട്ടോ, ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. ഇനി നമുക്കതിൻ്റെ ബാക്കി നോക്കാം. ഇനി എന്താണ്? Perimeter of a rectangle is 40 centimeter and its area is 84 square centimeter. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് പെരിമീറ്റർ 40 തന്നെയാണ്, അതിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത് 84 സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് ഓഫ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നീളവും വീതിയും കാണാനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് ചെയ്യാം. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഇവിടെ നീളം പ്ലസ് വീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് 40 ആയതുകൊണ്ട് 40ൻ്റെ പകുതി 20 എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരാളെ എക്സ് ആയിട്ട് എടുക്കാം, ഒരാളെ 20 - x ആയിട്ട് എടുക്കാം. അഥവാ നീളം L = x കൊടുക്കാം, വീതി B = 20 - x എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എന്താ നോക്കി, ഒന്ന് വായിച്ചേ മക്കളെ. എന്താണ് ഇതിൻ്റെ പരപ്പളവ് ഏരിയ? നമുക്കറിയാം ഏരിയ കാണാൻ എന്താണ് നമ്മളുടെ സമവാക്യം? നീളം ഇൻറ്റു വീതി. ഏരിയ കാണാനുള്ള സമവാക്യം എന്താണ്? നീളം ഇൻറ്റു വീതി. അത് 84 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ഏരിയ തന്നിട്ടുണ്ട്, അത് 84 ആണ്. അഥവാ നീളം ഇൻറ്റു വീതി, നീളം എന്താണ്? x ആണ്, വീതി എന്ന് പറഞ്ഞാൽ എന്താണ്? 20 - x ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 84 കിട്ടും. ക്ലിയർ? അപ്പം ഏരിയ എന്ന് പറഞ്ഞാൽ നീളം ഇൻറ്റു വീതി. അപ്പം നീളമായിട്ട് ലെങ്ത് ആയിട്ട് x കൊടുക്കുക, ബ്രെഡ്ത്ത് വീതിയായിട്ട് 20 - x കൊടുക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ അറിയില്ലടാ? ഒന്ന് പറഞ്ഞേ മക്കളെ, ബ്രാക്കറ്റ് എങ്ങനെയാ ഓപ്പൺ ചെയ്യുക? ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 20x, പിന്നെ ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x × x x² - x² = 84 എന്ന് വരും. ക്ലിയർ? അപ്പം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x × 20 20x, പിന്നെ x × x x². ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നെഗറ്റീവ്, നമ്മളുടെ ഈ x² മുന്നിൽ നെഗറ്റീവ് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കളയണം. എങ്ങനെയാ കളയുക? ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഇക്വേഷനെ ഒരു നെഗറ്റീവ് കൊണ്ട്, ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൊത്തത്തിൽ നിങ്ങൾ ഈ ഇക്വേഷനെ, ഈ ഒരു ഇക്വേഷനെ മൊത്തത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ നിങ്ങളത് മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കൊന്നും വേണ്ട. ഇവിടെയുള്ള
എന്നുള്ള നമ്പറിനെ 20x അതിൻ്റെ സൈന് മാറ്റിയിട്ട് -20x എന്ന് എഴുതുക. പിന്നെ -x² സൈന് മാറ്റിയിട്ട് +x² എന്ന് എഴുതുക. പിന്നെ ഇക്വേഷൻ്റെ അപ്പുറത്ത് കിടക്കുന്ന +84 മാറ്റിയിട്ട് -84 എന്ന് എഴുതുക. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ശ്രദ്ധിക്കണേ, ഇങ്ങനെ x² മുന്നിൽ നെഗറ്റീവ് വന്നാൽ നിങ്ങൾ കംപ്ലീറ്റ് ഇക്വേഷനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നും വരില്ല. നിങ്ങളിത് എല്ലാത്തിൻ്റെയും സൈന് മൈനസ് ഉള്ളതിനെ പ്ലസ് ആക്കുക, പ്ലസ് ഉള്ളതിനെ മൈനസ് ആക്കുക. അപ്പോൾ 20x -20x ആവും, -x² +x² ആവും, +84 -84 ആവും. ഇതൊന്ന് വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞാൽ x² -20x x² -20x -84 എന്ന് വരും. ഇത് നോക്കിയേ, നമ്മളുടെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അഥവാ വർഗത്തികവ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് x² -20x പ്ലസ് ഒരു ഗ്യാപ്പ് ഇടാം, പിന്നെ -84 പ്ലസ്. എന്നിട്ട് ഈ പ്ലസ്സിലോട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കിടക്കുന്ന എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് അഥവാ എക്സിൻ്റെ ഗുണോത്തരം അതിൻ്റെ പകുതിയുടെ സ്ക്വയർ. അപ്പോൾ എക്സിൻ്റെ ഗുണോത്തരം എന്ന് പറയുന്നത് ഇവിടെ 20 ആണ്. 20ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 10 ആണ്. ആ 10ൻ്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയില്ലേ നിങ്ങൾക്ക്, ഈ x² നിന്നും എക്സിനെ താഴോട്ട് എഴുതണം. അതുപോലെ ഈ 10² നിന്നും ആരെ താഴോട്ട് എഴുതണം? 10നെ താഴോട്ട് എഴുതണം. ഈ x² കഴിഞ്ഞിട്ടുള്ള ചിഹ്നം അത് പ്ലസ് ആണെങ്കിൽ പ്ലസ് എഴുതണം, മൈനസ് ആണെങ്കിൽ മൈനസ് എഴുതണം. അപ്പോൾ ഇവിടെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് ഞാൻ ഈ മൈനസ് ഇവിടെ എഴുതുന്നു. എന്നിട്ട് അതിൻ്റെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു -84 പ്ലസ് 100 എന്ന് വരും അല്ലേ? -84 പ്ലസ് 100 എന്ന് വരും. അപ്പോൾ നോക്കിയ മക്കളെ, x -10ൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് -84 പ്ലസ് 100 അഥവാ 100ൽ നിന്നും 84 പോയാൽ 16 കിട്ടും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ x -10 എന്ന് പറയുന്നത് 16ൻ്റെ റൂട്ട് 16 വരും. അങ്ങനെയാണെങ്കിൽ x -10 രണ്ട് ആൻസർ വരും, പ്ലസ് ഓർ -4 എന്ന് വരും. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ ദ്വിമാന സമവാക്യത്തിൻ്റെ കോൺസെപ്റ്റ് ഫോർമുലകൾ ഉൾക്കൊള്ളുന്ന ഒരു 15 മിനിറ്റിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മളെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? കാണണം. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അപ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ്. നമുക്ക് ഇവിടെ ചുറ്റളവ് 40 തന്നാൽ നീളം പ്ലസ് വീതി 40ൻ്റെ പകുതി. അങ്ങനെയാണെങ്കിൽ ഒരാൾ x, ഒരാൾ 20 - x. പിന്നെ പരപ്പളവ് ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ നീളം ഇൻറ്റു വീതി ആണ് നമ്മളുടെ പരപ്പളവായിട്ട് വരിക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, x² നെഗറ്റീവ് കളയാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഇക്വേഷന് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനർത്ഥം എല്ലാവരുടെയും ചിഹ്നം ഒന്ന് മാറ്റി ചെയ്താൽ പിന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് പിന്നെ നമ്മളുടെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത് എന്താണ്? x -10 എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് ഓർ -4 ആണ് അല്ലേ? പ്ലസ് ഓർ -4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം x -10 = 4 ആകാം, ഓർ x -10 എന്ന് പറയുന്നത് -4 ആകാം. x -10 4 ആണെങ്കിൽ x = ഈ -10 ഇങ്ങോട്ട് വന്നാൽ 4 + 10 ആവും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര വരും? 14 വരും. ക്ലിയർ? ഇനി ഇവിടെയാണെങ്കിലോ x = ഇത് ഇങ്ങോട്ട് വരുമ്പോൾ -4 + 10 വരും. അപ്പോൾ x = എത്ര വരും? 6 എന്ന് വരും അല്ലേ? -4 + 10 എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്പോസിറ്റ് സൈൻ വന്നാൽ വലിയ നമ്പറിന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുക. 10ന്ന് 4 പോയാൽ 6 കിട്ടും. എന്നിട്ട് വലിയ നമ്പറിൻ്റെ ചിഹ്നം അഥവാ പോസിറ്റീവ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് x = 14 കിട്ടും ആൻഡ് x = 6 കിട്ടും. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇതിൻ്റെ നീളവും വീതിയും കാണാനാണ്. അപ്പോൾ നമ്മളൊക്കെ അറിയാം, നീളം x ആണെങ്കിൽ വീതി 20 - x ആണ് അല്ലേ? നീളം നമ്മളിവിടെ എടുത്തുള്ളത് ഒരാളെ എക്സും ഒരാളെ 20 - x ആണ്. അപ്പം നോക്കിയ മക്കളെ, നമുക്കിപ്പം നീളം നമ്മൾ x = 14 എടുത്താൽ ഇതാണ് നീളം എന്നുണ്ടെങ്കിൽ ദെൻ നമ്മളുടെ വീതി b എന്ന് പറയുന്നത് 20 14 ആണ് കേട്ടോ. ഒരു മിനിറ്റ്, ഇത് 14 ആണ്. ഇറേസർ എവിടെ? ഓക്കെ, നോക്കോളൂ മക്കളെ. അപ്പം നമുക്കിവിടെ നമ്മൾ ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ടുള്ളത് നീളം എന്ന് പറയുന്നതിനെ x ആയിട്ട് എടുത്തു 14. അങ്ങനെയാണെങ്കിൽ വീതി എന്ന് പറയുന്നത് 20 - x അഥവാ 20 - 14 എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 6 എന്ന് കിട്ടും ഇവിടെ നിന്ന്. ഇനി ഇവിടെ ചെയ്യുകയാണെങ്കിലോ, ഇവിടെ നീളം l = x എടുത്താൽ 6 കിട്ടും. അപ്പം വീതി എന്ന് പറയുന്നത് 20 - x എടുത്താൽ 20 - 6 എന്ത് കിട്ടും?
14. അപ്പോൾ ഇവിടെ ഒരാൾ 14 ആവുമ്പോൾ ഒരാൾ 6 വരും, ഇവിടെ ഒരാൾ 6 ആവുമ്പോൾ ഒരാൾ 14 വരും. അതിനർത്ഥം നമ്മൾ എടുത്ത ചതുരത്തിന്റെ നീളവും വീതിയായിട്ട് വരുന്ന രണ്ട് അളവുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് 14 സെന്റിമീറ്ററും ഒന്ന് 6 സെന്റിമീറ്ററും. ക്ലിയർ ആണല്ലോ? 14 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും. ഷാൾ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഐ തിങ്ക് നിങ്ങൾക്ക് ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? ക്ലിയർ? ഇതിനകത്ത് നിങ്ങൾ ആകെ ഓർത്ത് വെക്കുന്നത് ഏതൊരു ചതുരത്തിന്റെ നീളവും വീതിയും തന്നാൽ അതിനെ നിങ്ങൾക്ക് പെരിമീറ്ററിന്റെ പകുതിയായിട്ട് എഴുതാം. നീളം പ്ലസ് വീതി എന്ന് പറയുന്നത് പെരിമീറ്ററിന്റെ പകുതിയാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് നമ്പേഴ്സിന്റെ സം ഈക്വൽ ടു 10 തന്നാൽ അതിലൊരാളെ എക്സ് ആയിട്ട് എടുക്കണം, ഒരാളെ 10 മൈനസ് എക്സ് ആയിട്ട് എടുക്കണം. ക്ലിയർ? 10 പകരം ഇനിയിപ്പോൾ ഇവിടെ 50 തരികയാണെങ്കിലോ ഒരാളെ എക്സ് ആയിട്ട് എടുക്കണം, ഒരാളെ 50 മൈനസ് എക്സ് ആയിട്ട് എടുക്കണം. ഇത്ര മാത്രമാണ് ഈ ക്വസ്റ്റിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. യെസ്, ഷാൾ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ്. സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് എല്ലാവരും ഒന്ന് വായിച്ച്. സോ എന്താണ്? നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40 സെന്റിമീറ്റർ. അപ്പോൾ ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആണ്. ലെങ്ത് ഓഫ് ഇറ്റ്സ് സ്മോളസ്റ്റ് സൈഡ് ഈസ് 7 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ലാർജർ സൈഡ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? കാരണം എന്താണ്? നമുക്കറിയാം പെരിമീറ്റർ 40 തന്നിട്ടുണ്ടെങ്കിൽ നീളം പ്ലസ് വീതി എന്ന് പറയുന്നത് പെരിമീറ്ററിന്റെ പകുതിയല്ലേ വരിക? അതിനർത്ഥം എന്താണ് മക്കളെ? നീളം പ്ലസ് വീതി എന്ന് പറയുന്നത് പെരിമീറ്ററിന്റെ പകുതി. പെരിമീറ്ററിന്റെ പകുതി എന്ന് പറയുമ്പോൾ 40ന്റെ പകുതി എന്താ? 40ന്റെ പകുതി 20 എന്ന് വരും. എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ചെറിയ സൈഡ്, സ്മോളസ്റ്റ് സൈഡ്, അതിനെ നമുക്ക് ഇതിനകത്ത് ഒരാളെ 7 സെന്റിമീറ്റർ എടുത്താൽ ലാർജസ്റ്റ് സൈഡ് എന്തായിരിക്കും എന്നാണ്. അപ്പൊ നമുക്കറിയാം ഈ നീളവും വീതിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 20 ആണ്. അതിൽ ഒരാൾ 7 സെന്റിമീറ്റർ ആണെങ്കിൽ രണ്ടാമത്തെ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് 20ൽ നിന്നും 7 മൈനസ് ചെയ്താൽ പോരേടാ, 13 സെന്റിമീറ്റർ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എനിബഡി ക്യാൻ ആൻസർ. ആർക്ക് വേണമെങ്കിലും ആൻസർ ചെയ്യാം അല്ലേ? കാരണം പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ 40 ആണ്. പെരിമീറ്റർ 40 ആണെങ്കിൽ നീളം പ്ലസ് വീതി എന്ന് പറയുന്നത് എത്രയോ തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു, പെരിമീറ്ററിന്റെ പകുതി 20 ആയിരിക്കും. നീളവും വീതിയും കൂടെ കൂട്ടിയാൽ 20. അതിൽ ഒരാൾ 7 സെന്റിമീറ്റർ ആണെങ്കിൽ രണ്ടാമത്തെ ആൾ, അപ്പം നീളവും വീതിയും കൂടെ 20, അതിൽ ഒരാൾ 7 സെന്റിമീറ്റർ, രണ്ടാമത്തെ ആൾ എത്രയെന്ന് ചോദിച്ചാൽ 20ൽ നിന്നും നമുക്ക് തന്ന 7 അങ്ങ് മൈനസ് ചെയ്താൽ 13. അപ്പോൾ 13 + 7 ചെയ്താൽ 20 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ ആൻസർ ഓഫ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നൗ ലെറ്റ് us move on to the B part of this question. Find the sides of rectangle with perimeter 40 centimeter and area equal to 96 centimeter. അത് നമ്മൾ തൊട്ട് മുകളിൽ ചെയ്ത ക്വസ്റ്റ്യന്റെ സെയിം പാറ്റേൺ റിപ്പീറ്റേഷൻ ആണ്. എന്നിരുന്നാലും ഞാൻ ചെയ്തു തരാം. നോക്കിക്കോളൂ എന്താണ് പറഞ്ഞിട്ടുള്ളത്. Find the sides of a rectangle with perimeter 40 centimeter. Again we have length plus breadth equal to പെരിമീറ്ററിന്റെ പകുതി എന്നല്ലേ മക്കളെ പറഞ്ഞുള്ളത്. ഇപ്പൊ പെരിമീറ്റർ നീളവും വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ ചുറ്റളവിന്റെ പകുതി. ചുറ്റളവ് 40 ആണ്. അപ്പൊ ചുറ്റളവിന്റെ പകുതി 20. അങ്ങനെയാണെങ്കിൽ ഒരാളെ നിങ്ങൾക്ക് എക്സ് ആയിട്ട് എടുക്കാം, ഒരാളെ 20 മൈനസ് എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ ഞാൻ എഴുതുന്നു ലെങ്ത് ഈക്വൽ ടു എക്സ്, then breadth b is equal to 20 minus x. Now let us check what is the area given in the question. ഇതിനകത്ത് നമുക്ക് ഏരിയ തന്നിട്ടുള്ളത് എത്രയാണെന്ന് വായിച്ചേ. ഇതിനകത്ത് പരപ്പളവായിട്ട് തന്നിട്ടുള്ളത് എന്താണ്? അപ്പോൾ ചതുരത്തിന്റെ ചുറ്റളവ് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ 40 സെന്റിമീറ്റർ ചുറ്റളവും 96 ചതുരശ്ര സെന്റിമീറ്റർ സെന്റിമീറ്റർ സ്ക്വയറിന്റെ മലയാളമാണ്. ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുമുള്ള ചതുരത്തിന്റെ വശങ്ങളുടെ നീളം കണക്കാക്കാനാണ്. അപ്പൊ നമുക്ക് ഏരിയ 96 ആണ്. സോ വി നോ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് 96 അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് 96. അപ്പൊ നോക്കിയേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ലെങ്ത്തിന് നമുക്ക് എക്സ് കൊടുക്കാം. ദെൻ ബ്രെഡ്ത്ത് ഈക്വൽ ടു വാട്ട് ഈസ് ബ്രെഡ്ത്ത്? ഇറ്റ് ഈസ് 20 മൈനസ് എക്സ്. അപ്പൊ എത്ര വരും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ? ലെങ്ത്തിന് നമുക്ക് എക്സ് കൊടുക്കാം, ബ്രെഡ്ത്തിന് നമുക്ക് 20 മൈനസ് എക്സ് കൊടുത്താൽ നമുക്ക് ഏരിയ 96 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേടാ. എക്സ് ഇൻറ്റു 20 എക്സ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 96. അടുത്ത സ്റ്റെപ്പ് എന്താ ഒന്ന് പറഞ്ഞേ? വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. പല കുട്ടികളും ഇവിടെ കൺഫ്യൂഷൻ ആവും. മൈനസ് ആണ് അല്ലേ? എക്സ് സ്ക്വയറിന്റെ മുന്നിൽ എന്താണ് പറഞ്ഞേ? എക്സ് സ്ക്വയറിന്റെ മുന്നിൽ എന്താണ് നോക്കിയിട്ട് പറയടാ. എന്താണ് പറ? യെസ്, എക്സ് സ്ക്വയറിന്റെ മുന്നിൽ എന്താണ്? മൈനസ് ആണ്. ആ മൈനസ് എങ്ങനെ കളയാ? കംപ്ലീറ്റ് ഇക്വേഷനെ നിങ്ങൾ എന്ത് ചെയ്യണം? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കംപ്ലീറ്റ് ഇക്വേഷനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്ത എക്സാമിന് സമയം കളയണ്ട. എല്ലാത്തിൻ്റെയും ചിഹ്നം ഒന്ന് മാറ്റി എഴുതിയാൽ മതി. 20x മാറ്റിയിട്ട് എന്ത് ചെയ്താൽ
-20x മൈനസ് എക്സ് സ്ക്വയർ എന്താവുന്നു പ്ലസ് എക്സ് സ്ക്വയർ ആവുന്നു പ്ലസ് 96 മൈനസ് 96. ഇനി ഒന്ന് ഓർഡർ മാറ്റി ചെയ്താൽ എക്സ് സ്ക്വയർ -20x ഈക്വൽ ടു -96 എന്ന് വരും. അടുത്ത സ്റ്റെപ്പ് എന്താടാ? യെസ്, അത് തന്നെ. എന്താണ്? കംപ്ലീറ്റിംഗ് സ്ക്വയർ അല്ലേ? എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർ -20x പ്ലസ് ഒരു ഗ്യാപ്പ് ഇടുന്നു -96 പ്ലസ്. ഇനി ഇവിടെ എന്താ നമ്മൾ ആഡ് ചെയ്യേണ്ടത്? എക്സിന്റെ ഗുണോത്തരം അഥവാ എക്സിന്റെ കോയിഫിഷ്യന്റ് ആയിട്ടുള്ള നമ്പറിന്റെ പകുതിയുടെ സ്ക്വയർ. എക്സിന്റെ കോയിഫിഷ്യന്റ് എത്ര? 20. 20യുടെ പകുതി എത്ര? 10. 10ന്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യാം കേട്ടോ. എസ് മൈ ഡിയർ സ്റ്റുഡൻറ്, എക്സ് സ്ക്വയറിൽ നിന്നും എക്സിനെ താഴോട്ട് എഴുതണം, 10ന്റെ സ്ക്വയറിൽ നിന്നും ആരെ താഴോട്ട് എഴുതണം? 10നെ എഴുതണം. ഇത് കഴിഞ്ഞിട്ടുള്ള ചിഹ്നം മൈനസ് ആയതുകൊണ്ട് മൈനസ്, എന്നിട്ട് അതിന്റെ ഹോൾ സ്ക്വയർ. ഇവിടെ -96 പ്ലസ് 10ന്റെ സ്ക്വയർ 100 വരും അല്ലേ? 10ന്റെ സ്ക്വയർ എന്ത് വരും? 100 വരും. അപ്പൊ ഇവിടെ നോക്കിയേ എന്ത് വരും? എക്സ് -10 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു -96ന്റെ കൂടെ 100 കൂടെ ആഡ് ചെയ്യണം അല്ലേ? -96 പ്ലസ് 100 എന്ന് പറയുമ്പോൾ എന്താ? 100ൽ നിന്നും രണ്ട് ഡിഫറൻസ് സൈൻ വന്നാൽ എന്താ ചെയ്യേണ്ടത്? രണ്ട് ഡിഫറൻസ് സൈൻ എന്നാൽ വലിയ നമ്പർ ആയിട്ടുള്ള 100ൽ നിന്നും ചെറിയ നമ്പർ 96 മൈനസ് ചെയ്യുന്നുണ്ട്. വലിയ നമ്പറിന്റെ ചിഹ്നം അഥവാ +4 അല്ലേ? +4. അങ്ങനെയാണെങ്കിൽ x -10 എന്തായിരിക്കും? അത് √4 ആയിരിക്കും അല്ലേ? ഈ x -10 √4 ആണെങ്കിൽ ഇതെന്താ? √4 +or -2 എന്ന് വരും. നേരത്തെ ചെയ്ത് അതുപോലെ തന്നെ അല്ലേ? ബാക്കി നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയത് എന്താണ്? x -10 ഇസ് ഈക്വൽ ടു എന്താണ്? നോക്കിയേ, +or -2 +or -2 രണ്ട് ഭാഗമായിട്ട് എഴുതാം. x -10 ഈക്വൽ ടു 2 or x -10 ഈക്വൽ ടു -2. അങ്ങനെയാണെങ്കിൽ ഇവിടെ x എന്താണ്? ഈ -10 അങ്ങോട്ട് പോയാൽ 2 + 10 ദാറ്റ് ഈസ് x ഈക്വൽ ടു 12 എന്ന് കിട്ടും. ഇവിടെയാണെങ്കിലോ x ഈക്വൽ ടു -2 + 10. രണ്ട് ഡിഫറൻസ് സൈൻ വന്നാൽ 10ൽ നിന്ന് 2 കുറക്കുക, വലിയ നമ്പറിന്റെ സൈൻ ഇട്ട് കൊടുത്താൽ 8 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ നോക്കി, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുത്തിരുന്നു ഒരാൾ x ആണെങ്കിൽ, നീളം x ആണെങ്കിൽ വീതി 20 - x. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇവിടെ ഒരു മിനിറ്റ്, ഇവിടെ അല്ലായിരുന്നു. ഓക്കെ, നീളം x ആണെങ്കിൽ വീതി 20 - x എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നീളം x ഈക്വൽ ടു 12 ആണെങ്കിൽ വീതി ഈക്വൽ ടു 20 - x എന്നുള്ളിടത്ത് 20 - 12 വന്നാൽ എന്ത് വരും? 8 എന്ന് വരും. ഇനി ഇവിടെ നിങ്ങൾ അതുപോലെ കൊടുക്കുകയാണെങ്കിൽ നീളം L ഈക്വൽ ടു x ആണെങ്കിൽ 8 വരും. അങ്ങനെയാണെങ്കിൽ വീതി ഈക്വൽ ടു എന്താണ്? 20 - x എന്നുള്ളിടത്ത് 20 - 8 അതെത്രയാണ്? 12. അതിനർത്ഥം ഇവിടെ നീളം 12 വന്നാൽ വീതി 8 വരും. ഇവിടെ നീളം 8 വന്നാൽ വീതി 12 വരും. അതിനർത്ഥം നമ്മളോട് ചോദിച്ചിട്ടുള്ള നീളവും വീതിയും എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 സെന്റിമീറ്ററും അതുപോലെ തന്നെ 12 സെന്റിമീറ്ററും. അപ്പോൾ ലാസ്റ്റ് ചെയ്ത രണ്ട് ക്വസ്റ്റ്യനും ഏകദേശം ഒരു മോഡൽ തന്നെയാണ് കേട്ടോ മക്കളെ. ഓക്കെ അല്ലേ? ഷാൾ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? എവരിബഡി ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ലെറ്റ് us മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ ഓഫ് യു പറയടാ. യെസ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 3 ഇവിടെ 3 മോർ ദാൻ 3 ടൈംസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. അതെന്താ പറയുന്നത്? ഒരു ചതുരത്തിന്റെ നീളം. ദ ലെങ്ത് ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കിയിട്ട് വായിക്കണേ. എന്താ പറയുന്നത്? ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 3 മോർ ദാൻ 3 ടൈംസ് ഇറ്റ്സ് ബ്രെഡ്ത്ത് ആൻഡ് ഇറ്റ്സ് diagonal is 1 meter more than the length. Find the length and breadth of the rectangle. This is a very nice, very important problem. നല്ല രസമുള്ള ഒരു പ്രോബ്ലം ആണ്. ലെറ്റ് us work out. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എല്ലാവർക്കും a + b ദി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാൻ അറിയില്ലേ? എങ്ങനെയാണ് a + b ദി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുക? a + b ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ പ്ലസ് 2 × ab + b സ്ക്വയർ. അറിയാത്ത ആൾക്കാരെ ഓക്കെ. അതുപോലെ ഇപ്പോൾ 4x-ന്റെ ഹോൾ സ്ക്വയർ എങ്ങനെ കാണാം? 4x-ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4ന്റെ സ്ക്വയർ 16ഉം x-ൻ്റെത് x സ്ക്വയറും. ഇപ്പോൾ ഒരു 5x-ന്റെ ഹോൾ സ്ക്വയർ എങ്ങനെ കാണാം? 5x-ന്റെ ഹോൾ സ്ക്വയർ കാണാൻ 5ന്റെ സ്ക്വയർ 25ഉം x-ന്റെ സ്ക്വയർ x സ്ക്വയറും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും സാറിന്റെ വകയായിട്ടൊന്ന് പറഞ്ഞു തന്നാ കേട്ടോ. അപ്പോൾ a + b ഹോൾ സ്ക്വയർ എന്താണ്? a + b ഹോൾ സ്ക്വയർ. ഇപ്പൊ നോക്കിയേ, x + 3 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യണം. എങ്ങനെ x + 3 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുക? a സ്ക്വയർ എന്നുള്ളിടത്ത് x സ്ക്വയർ, 2ab എന്നുള്ളിടത്ത് 2 × x 2x, 2x × 3 6x പ്ലസ് b സ്ക്വയർ എന്നുള്ളിടത്ത് 3 സ്ക്വയർ എന്ന് വരും. അപ്പോൾ x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 3 സ്ക്വയർ എന്നുള്ളിടത്ത് 9 എന്ന് വരും. ഇപ്പൊ നോക്കിയേ, x + 6
ഹോൾ സ്ക്വയർ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക? എ സ്ക്വയർ എന്നുള്ളിടത്ത് എക്സ് സ്ക്വയർ വരും, എ സ്ക്വയർ എന്നുള്ളിടത്ത് ആര് വരും? എക്സ് സ്ക്വയർ വരും. പിന്നെ 2ab എന്നുള്ളിടത്ത് 2 × x 2x 2x × 6 2 × 6 12 അല്ലേ? അപ്പോൾ 12x പ്ലസ് 6 സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 12x പ്ലസ് 36 എന്ന് വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക മക്കളെ, അറിയാത്ത ആൾക്കാരൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ മാത്സിനെ കുറിച്ച് യാതൊരു ടെൻഷൻ ആവേണ്ട. ഞാൻ എല്ലാ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ചാപ്റ്ററും കോൺസെപ്റ്റും എല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്യും. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ ഈ ക്ലാസ് കണ്ട് നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുക, അവർക്കും കൂടെ ഇത് എത്തിച്ചു കൊടുക്കുക. എല്ലാവർക്കും A+ കിട്ടട്ടെ, നമുക്ക് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, എല്ലാവർക്കും A+ കിട്ടട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് വരാം, നമ്മൾക്ക് ഇവിടെ ഒരു ചതുരമാണ് പറഞ്ഞിട്ടുള്ളത്. എഗെയിൻ ബാക്ക് ടു ദി, ഇപ്പം ഞാൻ നമ്മൾ ഈ റെക്ടാങ്കിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് എക്സാമിന് ചോദിക്കും. കഴിഞ്ഞ ഇതിൻ്റെ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ ഞാൻ 2-3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തിട്ടുണ്ട്, അതും കൂടെ നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്, നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാ ക്വസ്റ്റ്യൻസും ഒരേ പാറ്റേണിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ടു വേസ്റ്റ്. ഓക്കെ, നമുക്ക് സമയം കളയാനില്ല അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലോട്ട് വരാം. അപ്പോൾ ഇവിടെ ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്. ഇതാണ് നമ്മളെ റെക്റ്റാങ്കിൾ. ഇതിലിങ്ങനെ പോകുന്നതാണ് ഇതിൻ്റെ ഡയഗണൽ. ഡയഗണൽ എന്ന് പറഞ്ഞാൽ വികർണാണ് കേട്ടോ. ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വികർണാണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 3 more than 3 times ഇറ്റ്സ് ബ്രെഡ്ത്ത്. അപ്പം വീതി, അതായത് ഒരു ചതുരത്തിൻ്റെ, ഞാൻ മലയാളത്തിൽ പറയാം, ഒരു ചതുരത്തിൻ്റെ നീളം വീതിയുടെ 3 മടങ്ങിനേക്കാൾ 3 മീറ്റർ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വീതിനെ ഞാൻ എക്സ് മീറ്റർ എന്നെടുക്കുകയാണ്. എക്സ് വീതി ഞാൻ എക്സ് ആണെങ്കിൽ നീളം ഈ വീതിയുടെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 3x, അതിലോട്ടൊരു 3 കൂടെ കൂട്ടണം. ക്ലിയർ? അപ്പോൾ ഇവിടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? നോക്കി, ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇതിൻ്റെ വീതി എക്സ് ആണെങ്കിൽ നീളം വീതിയുടെ 3 ഇരട്ടിയേക്കാൾ 3 കൂടുതൽ. അപ്പോൾ ആദ്യം വീതി എക്സ്, അതിൻ്റെ 3 times 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 3x അല്ലേ? വീതിനെ നിങ്ങൾ എക്സ് എടുക്കുക, വീതി അഥവാ ബ്രെഡ്ത്ത് എക്സ്. അങ്ങനെയാണെങ്കിൽ നീളം അതിൻ്റെ 3 ഇരട്ടി 3x. 3 times എന്ന് പറയുമ്പോൾ ഇത് എക്സ് ആണെങ്കിൽ 3 ഇരട്ടി 3 times പറയുമ്പോൾ 3x, അതിനേക്കാൾ 3 മീറ്റർ കൂടുതലാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ ഡയഗണൽ എന്ന് പറയുന്നത്, ഡയഗണൽ എന്താണ്? ഇതിൻ്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ വികർണം കേട്ടോ. ഇതാണ് ഡയഗണൽ, ഡി എന്ന് എഴുതിയിട്ടുള്ളതാണ് ഡയഗണൽ. അപ്പോൾ ഇതിൻ്റെ വികർണം നീളത്തേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഇത് 3x + 3 ആണ്. അങ്ങനെയാണെങ്കിൽ 3x + 3യുടെ കൂടെ 1 മീറ്ററും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വികർണം കിട്ടും. അതിനർത്ഥം വികർണം എന്ന് പറയുന്നത് 3x + 3 + 1. വാട്ട് ഈസ് 3 + 1? ഒന്ന് പറഞ്ഞേ. 3 + 1 4 വരും. അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വീതിയായിട്ട് നിങ്ങൾ എന്ത് എടുക്കുക? എക്സ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നീളം അതിൻ്റെ 3 ഇരട്ടിയേക്കാൾ 3 മീറ്റർ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അതിനായിട്ട് 1 മീറ്ററും കൂടെ കൂട്ടുക. അപ്പോൾ 3ൻ്റെ കൂടെ 1 കൂടെ വന്നാൽ വികർണത്തിൻ്റെ നീളം കിട്ടും. ഇതാണ് ഇവിടെ തന്നിട്ടുള്ള അളവുകൾ. വെരി നൈസ് ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് എന്ത് കാണണം? ഇത്ര ഇൻഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾ ഈ ചതുരത്തിൻ്റെ നീളവും കാണണം, വീതിയും കാണണം. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ. ഇത് വെച്ചിട്ട് നിങ്ങൾ ഈ ചതുരത്തിൻ്റെ നീളവും കാണണം, വീതിയും കാണണം. അപ്പം ഞാൻ അടുത്തൊരു പേജിലോട്ട് ഇത് വരക്കാം. നോക്കി, ഇങ്ങനെയാണ് നമ്മളുടെ ചതുരം വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചതുരം വരുന്നത്. ഇത് ഇതിൻ്റെ വികർണം. ഓക്കെ, ഇവിടെ നമുക്ക് തന്നുള്ളത് വീതി നമുക്ക് എക്സ് കൊടുക്കാം. വീതി എന്താണ്? b = x കൊടുക്കാം. നീളം അതിൻ്റെ 3 ഇരട്ടിയേക്കാൾ 3 കൂടുതൽ. വികർണം എന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് 1 കൂടെ കൂട്ടുമ്പോൾ 3 + 1 4. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ക്ലിയർ? യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി. ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണെങ്കിൽ ABC എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ABC എന്ന് പറയുന്നത് ഇവിടെ ഈ ആംഗിൾ എത്രയാണ് പറഞ്ഞേ? ഈ കോൺ എത്ര വരിക? 90 ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ ഈ ABC എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് ത്രികോണാണ്? ഈ ABC എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അഥവാ ഒരു മട്ട ത്രികോണാണ്. ABC എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഒരു മട്ട ത്രികോണാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പൈതഗോറസ് സിദ്ധാന്തം അഥവാ പൈതഗോറസ് തിയറം നിങ്ങൾക്ക് ഇവിടെ എഴുതി വെക്കാം. എന്താണ് നിങ്ങളുടെ പൈതഗോറസ് തിയറം? ഒന്ന് പറഞ്ഞേ. അത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പർടെന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് എഴുതി വെക്കാം AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ, AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ, AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമുക്ക് അറിയുന്ന വാല്യൂസ് ഒക്കെ അവിടെ എഴുതി കൊടുക്കാം. AB എന്നുള്ളിടത്ത് ലെങ്ത് എത്രയാണ്?
ലെങ്ത് എ ബി എന്നുള്ളിടത്ത് ലെങ്ത് എന്താണ് ലെങ്ത് 3x പ്ലസ് 3d ഹോൾ സ്ക്വയർ 3x പ്ലസ് 3d ഹോൾ സ്ക്വയർ പ്ലസ് ബി സി എന്നുള്ളിടത്ത് ബ്രെഡ്ത്ത് എന്താണ് എക്സ് സ്ക്വയർ എ സി എന്നുള്ളിടത്ത് വികരണം ഡയഗണലാ വരിക എന്താ ഡയഗണൽ 3x പ്ലസ് 4d ഹോൾ സ്ക്വയർ ക്ലിയർ ഡിയർ സ്റ്റുഡൻസ് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്തായിരുന്നു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിനെ എക്സ്പാൻഡ് ചെയ്തേ ഒന്ന് പറഞ്ഞേ ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ സ്ക്വയർ എന്നുള്ളിടത്ത് 3x ആണ് അല്ലേ എ സ്ക്വയർ എന്നുള്ളിടത്ത് 3x ആണ് അപ്പോൾ ഈ 3x സ്ക്വയർ ഞാൻ പറഞ്ഞിട്ടുണ്ട് 3x സ്ക്വയർ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടോ 3x സ്ക്വയർ എന്ന് പറയുമ്പോൾ 3ൻ്റെത് 9 എക്സിൻ്റെത് എക്സ് സ്ക്വയർ 9x സ്ക്വയർ എന്ന് വരും 2ab എന്നുള്ളിടത്ത് 2 അല്ലേ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അപ്പോൾ എ സ്ക്വയർ എന്നുള്ളത് 3x സ്ക്വയർ എന്താ 3x സ്ക്വയർ 3ൻ്റെ സ്ക്വയർ 9 എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ഇനി 2ab എന്നുള്ളത് 2 × 3 എന്താ 2 × 3 6 6ൻ്റെ കൂടെ ഒരു എക്സ് ഉണ്ട് അല്ലേ അപ്പോൾ 2ab എന്നുള്ളത് 2 നോക്കി 2ab എന്ന് പറഞ്ഞു നോക്കി 2 × a എന്നുള്ളത് 3x അപ്പോൾ 2 × 3 6x പിന്നെ ബി ആയിട്ട് വീണ്ടും 3 വരുന്നുണ്ട് അപ്പോൾ 6x × 3 അപ്പോൾ 6 × 3 18 വരും 18x പ്ലസ് അല്ലേ നോക്ക് ഞാൻ ഇവിടെ എഴുതാം 2 × a എന്നുള്ളിടത്ത് 3x ഇൻറ്റു ബി എന്നുള്ളിടത്ത് 3 അപ്പോൾ 2 × 3 6 6 × 3 18 ആ 18ൻ്റെ കൂടെ ഒരു എക്സ് അല്ലേ വരിക 18x ക്ലിയർ ആണല്ലോ പ്ലസ് ബി സ്ക്വയർ എന്നുള്ളിടത്ത് 3ൻ്റെ സ്ക്വയർ എന്നാൽ 3ൻ്റെ സ്ക്വയർ 9 എന്ന് വരും പിന്നെ വീണ്ടും ഒരു എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇതുപോലെ ഒന്ന് പറഞ്ഞേ വീണ്ടും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ 3x സ്ക്വയർ 9x സ്ക്വയർ ഇനി ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ളിടത്ത് നോക്കിയേ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ തന്നെയാണ് അവിടെയും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എ സ്ക്വയർ എന്നുള്ളിടത്ത് 3x സ്ക്വയർ വരും 3x സ്ക്വയർ നമുക്ക് 3x സ്ക്വയർ 9x സ്ക്വയർ 2ab എന്നുള്ളിടത്ത് 2 × a എന്താ 3x ഇൻറ്റു ബി എന്താ 4 വരും അപ്പോൾ 2 × 3 6 അല്ലേ 2 × 3 വരിക 6 ആൻഡ് 2ab എന്നല്ലേ ഇതാ 2 × a 3x b 4 ആണ് അപ്പോൾ 2 × a × b 2ab ഇതാണ് 2ab ആണത് അപ്പോൾ 2 × 3 6 6 × 4 വാട്ട് ഈസ് 6 × 4 24 ആ 24ൻ്റെ കൂടെ ഒരു എക്സ് വരും 24x അപ്പോൾ ഇവിടെ എന്ത് വരും 2ab എന്നുള്ളിടത്ത് 24x പ്ലസ് ബി സ്ക്വയർ എന്നുള്ളിടത്ത് 4ൻ്റെ സ്ക്വയർ എന്താ 4ൻ്റെ സ്ക്വയർ 16 നോക്കിയേ ഈ ഇക്വേഷൻ്റെ രണ്ട് ഭാഗത്തും ഇവിടെ ഒരു 9x സ്ക്വയർ ഉണ്ട് ഇവിടെ ഒരു 9x സ്ക്വയർ ഉണ്ട് രണ്ട് ഭാഗത്തും അത് ക്യാൻസൽ ആവും ഈ ഭാഗത്തുള്ള 9x സ്ക്വയറും ഈ ഭാഗത്തുള്ള 9x സ്ക്വയറും ക്യാൻസൽ ആവും പിന്നെ ഇവിടെ എന്താ ഉള്ളത് ഇവിടെ ഒരു 18x ഓക്കെ പ്ലസ് 9 പ്ലസ് എക്സ് സ്ക്വയർ ഇനി ഇവിടെ എന്താ ഉള്ളത് ഇവിടെ നോക്കിയേ ഇവിടെ നമുക്കൊരു 24x പ്ലസ് 16 ഉണ്ട് നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം ഞാൻ അടുത്ത പേജ് എടുക്കാം കേട്ടോ അപ്പോൾ നോക്കി രണ്ട് ഭാഗത്തുനിന്നും 9x സ്ക്വയർ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ് അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നോക്കി ഞാൻ ഇങ്ങോട്ടൊന്ന് എടുത്ത് ചെയ്താൽ എന്തൊക്കെയുള്ളത് 18x പ്ലസ് 9 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 9 പ്ലസ് എക്സ് സ്ക്വയർ 18x പ്ലസ് 9 പ്ലസ് എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 24x പ്ലസ് 16 അല്ലേ 24x പ്ലസ് 16 എന്ന് വരും നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഓൾറെഡി എക്സ് സ്ക്വയർ ഉണ്ട് എക്സ് സ്ക്വയർ ഇവിടെ നിന്നോട്ടെ ഇവിടെ ഒരു 18x ഉണ്ട് അതവിടെ നിൽക്കട്ടെ ഈ 24xനെ ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പോൾ പ്ലസ് 24x ഇങ്ങോട്ട് വന്നാൽ മൈനസ് 24x ആകും ക്ലിയർ മൈനസ് 24x ആവും ഓക്കെ ആണല്ലോ അപ്പോൾ എക്സ് സ്ക്വയർ 18x ഈ 24x ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാട്ടോ ഓക്കെ അപ്പോൾ ആ സമയത്ത് ഇവിടെ ഓൾറെഡി 16 ഉണ്ട് ഇവിടെ കിടക്കുന്ന 9നെ ഞാൻ അങ്ങോട്ട് കൊണ്ടാണ് അപ്പോൾ പ്ലസ് 9 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും മൈനസ് 9 ആവും അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ 18xൽ നിന്നും 24x പോയാൽ എന്താ വരിക നോക്കിയേ 18ൽ നിന്നും 24 പോയാൽ മൈനസ് 6 വരും മൈനസ് 6x ഈക്വൽ ടു ഇവിടെ 16ൽ നിന്നും 9 പോയാൽ ഒന്ന് ആലോചിക്കേ 16ൽ നിന്നും 9 പോയാൽ എന്താ വരിക 16ൽ നിന്നും 9 പോയാൽ 7 ആണ് വരും അല്ലേ 16ൽ നിന്നും 9 പോയി കഴിഞ്ഞാൽ എന്ത് വരും 7 വരും 16ൽ നിന്നും 9 പോയാൽ 7 വരും ഇനി നോക്കിയേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് ചെയ്യാം കാരണം എന്താ
ഇനി നമുക്കറിയാം നമ്മൾ വർഗത്തികവ് ചെയ്താൽ പോരെ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് ഒരു ഗ്യാപ്പ് ഇടുക ഈക്വൽ ടു 7+. ക്ലിയർ? 7+. ഇനി എക്സ് സ്ക്വയർ മൈനസ് 6x, ഇവിടെ എക്സിന്റെ ഗുണോത്തരം 6 ആണ്. 6ന്റെ പകുതി 3, 3ന്റെ സ്ക്വയർ 3ന്റെ വർഗം രണ്ട് ഭാഗത്തും ആഡ് ചെയ്യുന്നു. എക്സ് സ്ക്വയറിൽ നിന്നും എക്സ് താഴോട്ട് വരുന്നു, 3ന്റെ സ്ക്വയറിൽ നിന്നും 3 താഴോട്ട് വരുന്നു. എക്സ് സ്ക്വയർ കഴിഞ്ഞിട്ടുള്ള ചിഹ്നം മൈനസ്, എന്നിട്ട് അതിന്റെ ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നു. ഇത് 7+9 ആകുന്നു. ക്ലിയർ? 7+9. ഓക്കെ, ഇപ്പൊ ഈ 7+9, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് മൈനസ് 3 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു വാട്ട് ഈസ് 7+9? 7+9 എന്ന് പറഞ്ഞാൽ 16 വരുന്നു. അവിടുന്ന് എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് റൂട്ട് 16 വരുന്നു. അപ്പൊ എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് എന്താവുന്നു? പ്ലസ് ഓർ മൈനസ് 4 വരുന്നു. അപ്പൊ എക്സ് മൈനസ് 3 ഒന്നല്ലെങ്കിൽ 4 ആകാം, ഓർ എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് മൈനസ് 4 ആകാം. എക്സ് മൈനസ് 3 4 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 4 + 3 എക്സ് ഈക്വൽ ടു 7 എന്ന് വരും. എക്സ് ഈക്വൽ ടു 7 എന്ന് വരും. എക്സ് മൈനസ് 3 ഈക്വൽ ടു -4 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു -4 + 3 ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു -4 + 3 -1 എന്ന് വരും. ക്ലിയർ? ക്ലിയർ? അപ്പൊ നോക്കിയേ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എന്താണ് നമ്മളത് ചോദിച്ചിരുന്നത്? യെസ്. അപ്പൊ നമുക്കറിയാം ഈ ചതുരത്തിന്റെ നീളം വീതിയൊക്കെ കാണുന്ന സമയത്ത് നെഗറ്റീവ് നമ്പേഴ്സ് എടുക്കേണ്ട ആവശ്യം വരില്ല. നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് എടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ നമുക്ക് ഇവിടെ ചതുരത്തിന്റെ നീളവും വീതിയും കാണാൻ, അപ്പൊ നീളം എക്സ്, അപ്പൊ നീളം എക്സ് ആയിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എക്സിന്റെ 2 വാല്യൂ ഉണ്ട്. സോറി, ഇവിടെ നീളമല്ല, സോറി വീതിയാണ് എക്സ് അല്ലേ, വീതി എക്സ്. ഓക്കെ, ഇപ്പൊ വീതിയായിട്ട് നമ്മൾ എക്സ് എടുക്കാന്ന് പറയുമ്പോൾ എക്സ് ആയിട്ട് ഒരിക്കലും വീതി നീളമൊന്നും ഒരിക്കലും എന്താവില്ല, നെഗറ്റീവ് നമ്പേഴ്സ് ആവില്ല. അപ്പൊ നമുക്ക് പറയാം ഇവിടെ വീതി എന്ന് പറയുന്നത് എക്സ്, ആ എക്സ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയ പോസിറ്റീവ് നമ്പർ എടുക്കാം. അത് എത്രയാണ്? 7 ആണ്. 7. അങ്ങനെയാണെങ്കിൽ നീളം എന്ന് പറയുന്നത് 3x + 3 അല്ലേ? എന്താ 3x + 3? 3 × 7 + 3 എന്താ? 3 × 7 21. 21ന്റെ കൂടെ 3 കൂട്ടിയാൽ 24. അപ്പൊ നമുക്ക് പറയാം വീതി എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ. നമുക്കിവിടെ കിട്ടിയ എക്സിന്റെ വാല്യൂ ആണ് കേട്ടോ. 2 വാല്യൂ ഉണ്ട്. നീളം വീതി ഒന്നും നെഗറ്റീവ് നമ്പർ എടുക്കണ്ട. അപ്പൊ എക്സ് ആയിട്ട് 7 എടുക്കുക. അങ്ങനെയാണെങ്കിൽ വീതി അതിന്റെ 3 ഇരട്ടിയുടെ കൂടെ 3 കൂടുതൽ കൂട്ടുക. അപ്പോൾ 3 × 7 3 × 7 24 3 × 7 21. 21ന്റെ കൂടെ 3 കൂടെ ആയാൽ 24. അപ്പം നമുക്ക് വീതി 7 സെന്റിമീറ്റർ, അങ്ങനെയാണെങ്കിൽ നീളം ഈക്വൽ ടു 24 സെന്റിമീറ്റർ എന്ന് എടുക്കാം. 24 സെന്റിമീറ്റർ. യെസ്, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഷാൾ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാനൊന്നും നിൽക്കണ്ട. ഇവിടെ a + b ഹോൾ സ്ക്വയർ അറിയാലോ, ഈ 3x + 3 അതാണ് നിങ്ങൾക്ക്. അത് a സ്ക്വയർ എന്നുള്ളടത്ത് 3x-ന്റെ സ്ക്വയർ, 3x-നെ സ്ക്വയർ ചെയ്താൽ 3ന്റെ സ്ക്വയർ 9x². പിന്നെ 2ab എന്നുള്ളടത്ത് 2 × a എന്നുള്ളടത്ത് 3x, b എന്നുള്ളടത്ത് 3 വരും. അപ്പൊ 2 × 3 6, 6 × 3 18, 18ന്റെ കൂടെ ഒരു x ഇട്ട് കൊടുക്കുക. പിന്നെ b സ്ക്വയർ എന്നുള്ളടത്ത് 3 സ്ക്വയർ എത്രയാണ്? 9 എന്ന് വരും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അത്ര മാത്രമേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ ആദ്യം പ്രോബ്ലം തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, now let us move on to the next question my dear students. എന്താണ്? 6 times of a natural number subtracted from the square of that number give 187. Form a second degree equation by taking the number as x. Find the number. ഒരു എണ്ണൽ സംഖ്യയുടെ വർഗത്തിൽ നിന്നും അതേ സംഖ്യയുടെ 6 മടങ്ങ് ഒരു എണ്ണൽ സംഖ്യയുടെ വർഗത്തിൽ നിന്നും. ക്വസ്റ്റ്യൻ എല്ലാവരും വായിക്കാം കേട്ടോ. 6 times a natural number subtracted from the square of that number give 187 എന്നാ പറഞ്ഞത്. Form a second degree equation by taking number as x. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ x ആണെങ്കിൽ എക്സിന്റെ 6 ടൈംസ് എന്ന് പറയുമ്പോൾ ഒരു നമ്പർ എക്സ് ആയിട്ട് എടുത്താൽ അല്ലെ, ഒരു എണ്ണൽ സംഖ്യയുടെ വർഗത്തിൽ നിന്നും ആ സംഖ്യയുടെ 6 മടങ്ങ് കുറച്ചപ്പോൾ 187 കിട്ടി. സംഖ്യ എക്സ് എന്നെടുത്ത് ഒരു രണ്ടാം കൃതി സമവാക്യം എഴുതാൻ വളരെ സിമ്പിൾ ആണ് അല്ലേ. സംഖ്യ നമ്പറിനെ നിങ്ങൾ എന്തെടുക്കുക? എക്സ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ 6 ടൈംസ് പറയുമ്പോൾ 6x, അതിന്റെ വർഗം എന്ന് പറയുമ്പോൾ x². ക്വസ്റ്റ്യനകത്ത് പറഞ്ഞുള്ളത് ഇതിന്റെ വർഗം x² നിന്നും ഇതിന്റെ 6 ഇരട്ടി 6x കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 187 കിട്ടും. വെരി സിമ്പിൾ അല്ലേ. ഫസ്റ്റ് പാർട്ട് വളരെ സിമ്പിൾ അല്ലേടാ. നോക്കിയേ. ഇവിടെ ശ്രദ്ധിച്ചിരിക്കൂ. നമ്പർ സംഖ്യ എക്സ്, അങ്ങനെയാണെങ്കിൽ സംഖ്യയുടെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x². സംഖ്യയുടെ 6 ടൈംസ് 6 മടങ്ങ് എന്ന് പറഞ്ഞാൽ 6x അല്ലേ.
നമ്പർ അഥവാ സംഖ്യ എക്സ് ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ, അതിൻ്റെ വർഗം എക്സ് സ്ക്വയർ, ആ നമ്പറിൻ്റെ 6 മടങ്ങ് അല്ലെങ്കിൽ 6 ഇരട്ടി അല്ലെങ്കിൽ 6 ടൈംസ് പറഞ്ഞാൽ 6x. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞത് ഒരു നമ്പർ എക്സ് അതിൻ്റെ സ്ക്വയർ അതിൻ്റെ വർഗം എക്സ് സ്ക്വയറിൽ നിന്നും അതിൻ്റെ 6 ഇരട്ടി 6x കുറച്ച് കഴിഞ്ഞാൽ 187 കിട്ടും. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. സംഖ്യ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ അല്ലേടാ. എക്സ് സ്ക്വയർ മൈനസ് 6x, എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് ഈക്വൽ ടു 187 പ്ലസ്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഈ എക്സിൻ്റെ കൂടെയുള്ള നമ്പറിൻ്റെ പകുതിയുടെ സ്ക്വയർ 3 സ്ക്വയർ 2 ഭാഗത്തും ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് അല്ല, ഒരു മിനിറ്റ്. ഇവിടെ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മളെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ആണ് അല്ലേ. എന്താ ചെയ്യേണ്ടത്? എക്സ് സ്ക്വയറിൽ നിന്നും എക്സിനെ താഴോട്ട് ചെയ്താൽ, ഇവിടുന്ന് ആര് ചെയ്താൽ 3 ചെയ്താൽ, ഇത് കഴിഞ്ഞിട്ടുള്ള ചിഹ്നം മൈനസ് ആയതുകൊണ്ട് മൈനസ് ചെയ്താൽ, എന്നിട്ട് അതിൻ്റെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ 187 പ്ലസ് 9 എന്ന് വരും. എന്താ 187 പ്ലസ് 9 196 കിട്ടും അല്ലേ. അപ്പം നമുക്ക് എഴുതാം എക്സ് മൈനസ് 3 ദി ഹോൾ സ്ക്വയർ, എക്സ് മൈനസ് 3 ദി ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് 3 ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 187ൻ്റെ കൂടെ 9 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 196 കിട്ടും. 196. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് 3 എന്ന് പറയുമ്പം റൂട്ട് 196 കിട്ടും. 196ൻ്റെ റൂട്ട് എടുത്താൽ എന്താണ് കിട്ടുക? ഒന്ന് പറഞ്ഞേ. 14 കിട്ടും അല്ലേ. അപ്പോൾ എക്സ് മൈനസ് 3 ഏത് 14ആണ്? 2 14ആണ്. പ്ലസ് ഓർ മൈനസ് 14. അപ്പം നമുക്ക് പറയാം എക്സ് മൈനസ് 3 ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? എക്സ് മൈനസ് 3 പറഞ്ഞേ മക്കളെ, നോക്കിയിട്ട് പറഞ്ഞേ എന്താണ്? എക്സ് മൈനസ് 3 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 14, പ്ലസ് ഓർ മൈനസ് 14. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എഴുതാം എക്സ് മൈനസ് 3 ഈക്വൽ ടു 14 എഴുതാം, ഓർ അല്ലെങ്കിൽ എക്സ് മൈനസ് 3 ഈക്വൽ ടു മൈനസ് 14 എഴുതാം. എക്സ് മൈനസ് 3 14 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 14 പ്ലസ് 3 ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 17 എന്ന് എഴുതാം. ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം എക്സ് ഈക്വൽ ടു 14 പ്ലസ് 3 ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 14. 2 ഡിഫറൻറ്റ് സൈൻ വന്നാൽ 14 നിന്ന് 3 കുറച്ചാൽ 11, വലിയ നമ്പറിൻ്റെ ചിഹ്നം മൈനസ്. ക്ലിയർ ആണല്ലോ. ഇനി ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ള എന്താണ്? 6 ടൈംസ് എ നാച്ചുറൽ നമ്പർ, എണ്ണൽ സംഖ്യ. നാച്ചുറൽ നമ്പർ എന്ന് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എണ്ണൽ സംഖ്യ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പം നെഗറ്റീവ് നമ്പർ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് വേണ്ട. എക്സ് ഈക്വൽ ടു 17. അപ്പം നമ്മളെ നമ്പർ ഏതാന്ന് ചോദിച്ചാൽ എക്സ് ഇസ് ഈക്വൽ ടു 17. എക്സ് ഇസ് ഈക്വൽ ടു 17. ഇനി നമുക്ക് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്താണ്. ഓക്കെ, ഓൾറെഡി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളുടെ കോൺസെപ്റ്റ് 15 മിനിറ്റ് ചാപ്റ്റർ കോൺസെപ്റ്റ് പറഞ്ഞതിനകത്ത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്. ഇനിയും ഇതിൻ്റെ സീരീസുകൾ വരും. നിങ്ങൾ കൃത്യമായി കണ്ടു കഴിഞ്ഞാൽ A+ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് വാങ്ങാം. ഇത്തവണ ഒരിക്കലും നിങ്ങൾ ലാസ്റ്റ് ഒന്ന് ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ 1 ഷോട്ട് റിവിഷൻ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ് ഒക്കെ അവസാനം കാണാമെന്ന് വിചാരിച്ച് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം മനസ്സിലാവും. പക്ഷേ നെക്സ്റ്റ് ഡേ എക്സാം ഹാളിൽ പോയിട്ട് ഇതെല്ലാം കൂടെ ഓർത്ത് എഴുതണ്ടേ മക്കളെ. അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം കൂടെ ഓർത്ത് എഴുതാൻ പറ്റുകയാണെങ്കിൽ നമ്മളൊക്കെ ആരാ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ ആരാണ്? അപ്പം അത് പോസിബിൾ ആവില്ല കേട്ടോ. ഓക്കെ, അപ്പം നേരത്തെ പഠിച്ചു തുടങ്ങണം. രാവിലെ നേരത്തേക്ക് എഴുന്നേറ്റ് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ വരിക നോക്കിയേ. ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 195. ഞാൻ നമ്മളെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ കോൺസെപ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു തൊട്ടടുത്തുള്ള 2 ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള 2 ഇരട്ട സംഖ്യകൾ 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഓർ 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഇങ്ങനെയൊക്കെ പറയുന്ന ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ ആ നമ്പേഴ്സിനെ എങ്ങനെ എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എങ്ങനെ എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്? 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഓർ 2 കോൺസിക്യൂട്ടീവ് ഇവൻ നമ്പേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു നമ്പറിനെ എക്സ് ആയിട്ട് എടുക്കണം, ഒരാളെ x+2 ആയിട്ട് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എല്ലാവരും ഈ ചാപ്റ്റർ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് പ്രോബ്ലംസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പ്രോബ്ലം ഞാൻ അത് ചെയ്യാൻ കാരണം ഓൾറെഡി കോൺസെപ്റ്റ് അറിയുന്ന ആൾക്കാർ വെറുതെ കോൺസെപ്റ്റ് കണ്ട് സമയം കളയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി കോൺസെപ്റ്റ് അറിയാത്ത ആൾക്കാർ ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി നമ്മളെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ 15 മിനിറ്റ് കൊണ്ട് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ്
ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ മതി കേട്ടോ. അതിനകത്ത് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ടെൻഷൻ ആവണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ്, അപ്പോൾ 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ ആകാം അല്ലെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ആകാം, ഇതിൽ ഏത് വേണമെങ്കിലും ആകാം. ഇത് രണ്ട് വന്നാലും നിങ്ങൾ രണ്ട് നമ്പറിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അത് ഒറ്റ സംഖ്യ ആയിക്കോട്ടെ ഇരട്ട സംഖ്യ ആയിക്കോട്ടെ, ഒരാളെ നിങ്ങൾ എക്സ് ആയിട്ട് എടുക്കുക, ഒരാളെ x+2 ആയിട്ട് എടുക്കുക. എന്നിട്ട് എന്താ പറയുന്നത്, അടുത്തടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം പ്രോഡക്റ്റ്. അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, x into x+2 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്താ കിട്ടിയത്, 195 കിട്ടി. 195 195. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാ. Very simple question. Very simple question. So the product of 2 consecutive odd numbers is 195. What are the numbers എന്നാ പറഞ്ഞുള്ളത്. അപ്പോൾ ഒരാൾ x ആയിട്ട് എടുക്കുന്നു, ഒരാൾ x+2 ആയിട്ട് എടുക്കുന്നു. രണ്ടാളുടെയും പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ x into x+2 195. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ x into x, x², x into 2, 2x, which is equal to 195. ഇത് നമ്മളെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അങ്ങ് യൂസ് ചെയ്താൽ പോരാടാ. x² plus 2x plus ഒരു ഗ്യാപ്പ് ഇടുന്നു. And here you have 195 plus ഇവിടെ എക്സിന്റെ ഗുണോത്തരം, എക്സിന്റെ കോയിഫിഷ്യന്റ് 2 ആണ്, 2ന്റെ പകുതി 1 ആണ്. ആ 1ന്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യുക. എന്നിട്ട് എക്സ് സ്ക്വയറിൽ നിന്നും എക്സിനെ താഴോട്ട് എഴുതുന്നു, 1ന്റെ സ്ക്വയറിൽ നിന്നും 1നെ താഴോട്ട് എഴുതുന്നു. എക്സ് കഴിഞ്ഞിട്ട് സിമ്പൽ പ്ലസ്, അതിന്റെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 195ന്റെ കൂടെ 1ന്റെ സ്ക്വയർ 1 ആഡ് ചെയ്താൽ 196 കിട്ടും. അങ്ങനെയാണെങ്കിൽ x+1 എന്ന് പറയുന്നത് √196 കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ റൂട്ട് 196ന്റെ റൂട്ട് അറിയുമ്പോൾ 2 ആൻസർ ആണ്, +or-14 എന്ന് കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം x+1 അല്ലെ, x+1 ഈക്വൽ ടു +or-14 14. അങ്ങനെയാണെങ്കിൽ പറയാം x+1 ഈക്വൽ ടു 14 or x+1 is equal to -14. അങ്ങനെയാണെങ്കിൽ x is equal to 14 - 1, that is x equal to 13 എന്ന് കിട്ടും. അപ്പോൾ ഒരു നമ്പർ 13 ആണെങ്കിൽ അടുത്ത നമ്പർ x+2 അഥവാ 13 + 2 അതെത്രയാണ്, 15. അപ്പോൾ രണ്ട് ഒറ്റ സംഖ്യകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് 13ഉം ഒന്ന് 15. ഇവിടെ ഞാൻ ഈ നെഗറ്റീവ് പാർട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് x equal to -4 - 1 -15 എന്ന് വരും. അപ്പൊ പിന്നെ x+2 എന്ന് പറയുന്നത് അത് -13 എന്നും വരും. ക്ലിയർ. അപ്പൊ അത് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് രണ്ട് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പോസിറ്റീവ് സൈഡ് ചെയ്തിട്ട് 13 + 2 15. ഓക്കെ, 13,15. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു ഒന്ന് നോക്കിയടാ. ഹൗ മെനി ക്വസ്റ്റ്യൻസ് വി ഹാവ് ഡൺ സോ ഫാർ? ഇവിടെ 1 പോയോ, 5ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു ചാപ്റ്റർ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കോൺസെപ്റ്റ് വീഡിയോയും കഴിഞ്ഞു, അതുപോലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സും തീർന്നിട്ടുണ്ട്. ഇനി പ്രോബബിലിറ്റിയുടെ കോൺസെപ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരും കേട്ടോ. ക്ലിയർ ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളെ ക്ലാസ്സുകൾ മാക്സിമം എല്ലാ ഫ്രണ്ട്സിലോട്ട് എന്ത് ചെയ്യുക, എത്തിക്കുക. നമ്മളെ ഗ്രൂപ്പിലോട്ട് എന്ത് ചെയ്യുക, എല്ലാവരുടെ അടുത്തും ജോയിൻ ചെയ്യാൻ പറയാം കേട്ടോ. Okay, thank you dear students. Have a nice day. Take care.